നമസ്കാരം. മോദി സർക്കാരിന്റെ ഭരണവും വിവിധ മേഖലകളിലെ വികസനങ്ങളുമെല്ലാം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ജനങ്ങൾക്ക് നൽകിയ പ്രചോദനങ്ങൾ ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് മൂന്നാമതും പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി തന്നെ അധികാരത്തിലേറണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ മൂന്നാം തവണയും മോദി സർക്കാർ തന്നെ അധികാരത്തിലേറുമെന്ന് ജനങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഏതാണ്ട് തെരഞ്ഞെടുപ്പിലെ 6 ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ തന്നെ സർവേ ഫലങ്ങളും സൂചനകൾ നൽകിയിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ NDA സർക്കാർ തന്നെ അധികാരത്തിൽ വരികയും ചെയ്തു. മറ്റു രാജ്യങ്ങൾ പോലും ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് നിസ്സംശയം പറയാം. കാരണം മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള നേതാക്കന്മാർ അങ്ങനെ ഒരു ആഗ്രഹം പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അയൽ രാജ്യങ്ങൾ പോലും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറങ്ങി പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന രാജ്യമായി ഭാരതം ഇന്ന് മാറിയതിനുള്ള കാരണം തന്നെ മോദി സർക്കാരാണ്. പല പാർട്ടികളിൽ നിന്ന് പോലും മോദിയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നേതാക്കന്മാർ സ്വന്തം പാർട്ടി വിട്ട് BJPയിൽ ചേരുന്നതും നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഇതൊക്കെ കണ്ട് കുരു പൊട്ടുന്നവരാണ് എതിർ പാർട്ടിക്കാർ. ഇപ്പോഴത്തെ ഉത്തർപ്രദേശിലെ മോറാദാബാദിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നിരിക്കുകയാണ്. BJP പ്രവർത്തകനായിരുന്നു എന്ന പേരിൽ പിതാവിന്റെ മയ്യത്ത് നമസ്കാരം നടത്താൻ മതപുരോഹിതർ വിസമ്മതിച്ചു എന്ന് മകൻ പരാതിയുമായി എത്തിയിരിക്കുകയാണ്. അലിദാദ് ഖാൻ എന്ന 72-കാരന്റെ സംസ്കാര ചടങ്ങിലാണ് ഇമാം മയ്യത്ത് നമസ്കാരം നടത്താൻ വിസമ്മതിച്ചതെന്ന് മകൻ നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു. തന്റെ കുടുംബം BJP പിന്തുണയ്ക്കുന്നതിനാലും പിതാവ് 10 വർഷത്തിലേറെയായി BJPയിൽ അംഗമായിരുന്നതിനാലുമാണ് ഇമാം പ്രാർത്ഥന നിരസിച്ചതെന്ന് മകൻ ദിൽ നവാസ് ഖാൻ നൽകിയ പരാതിയിൽ പറയുന്നു. സമാജ്വാദി പാർട്ടി പ്രവർത്തകരാണ് നീക്കത്തിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. തന്റെ പിതാവിന് BJPയുടെ നയങ്ങൾ ഇഷ്ടമായിരുന്നു. BJP നേതാക്കൾ എല്ലായ്പ്പോഴും അദ്ദേഹത്തോട് ബഹുമാനത്തോടെയാണ് പെരുമാറിയിരുന്നത്. എല്ലാ മീറ്റിങ്ങുകളിലും പിതാവിന് വേദിയിൽ ഇടം നൽകി. പല മുസ്ലിം നേതാക്കൾക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല. പിതാവ് മരിച്ചപ്പോൾ ഇമാം നമസ്കാരത്തിന് വിസമ്മതിച്ചു. BJPക്കാരെന്ന് പറഞ്ഞ് SP പ്രവർത്തകരും ഞങ്ങളെ അപമാനിക്കുകയാണ് എന്ന് മകൻ പറയുന്നു. അതേസമയം പരാതി പിൻവലിക്കാൻ ഞങ്ങളുടെ മേൽ സമാജ്വാദി പാർട്ടി നേതാക്കൾ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും മകൻ ആരോപിച്ചു. പരാതിയെ തുടർന്ന് ഇമാമിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഇതാദ്യമായല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അടുത്തിടെ ഭാര്യ BJPയിൽ ചേർന്നതിനെ തുടർന്ന് മുത്തലാഖ് ചൊല്ലി ബന്ധം വേർപ്പെടുത്തിയ ഭർത്താവിന്റെ വാർത്തകൾ മാധ്യമങ്ങളിൽ നിറങ്ങിയിരുന്നു. മധ്യപ്രദേശിലെ ചിന്ദ്വാര ജില്ലയിലാണ് ഭാര്യ BJPയിൽ ചേർന്നു എന്ന കാരണത്താൽ ഭർത്താവ് ബന്ധം വേർപ്പെടുത്തിയത്. ഭാര്യയുടെ പരാതിയെ തുടർന്ന് പോലീസ് ഭർത്താവിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. പ്രതി അബ്ദുൾ ആസിഫ് മൻസൂരിക്കും ഇയാളുടെ മാതാവ്, സഹോദരിമാർ എന്നിവരടങ്ങിയ കുടുംബത്തിനുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ആ സംഭവം നടന്ന് ഏതാണ്ട് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ BJP പ്രവർത്തകനായിരുന്നതിന്റെ പേരിൽ 72-കാരന്റെ മയ്യത്ത് നമസ്കാരം നടത്താൻ മതപുരോഹിതർ വിസമ്മതിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.